വിശദമായ വാർത്തയിലേക്ക്. ശക്തമായ മഴയെ തുടർന്നുള്ള കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 4 മരണം. കൊടകരയിൽ കെട്ടിടം തകർന്നു വീണ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. എറണാകുളം മാറാടിയിൽ മധ്യവയസ്കൻ കനാലിൽ വീണ് മരിച്ചു. സംസ്ഥാനത്തെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. പാലക്കാട് മലമ്പുഴ ഡാമും വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമും തുറന്നു. 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് പ്രവചനം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. എറണാകുളം മാറാടി പഞ്ചായത്ത് 4 മൈലിൽ കനാലിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ചന്തപ്പറമ്പിൽ അയ്യപ്പനാണ് മരിച്ചത്. ഇടുക്കി കട്ടപ്പന വലിയ തൊവളാമെട്ട് നെല്ലിക്കൽ വിജയന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ജലനിരപ്പ് ഉയർന്നതിനാൽ പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ തീരങ്ങളിലേക്കുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലംപൊത്തി 2 പേർക്ക് പരിക്കുണ്ട്. വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിലെ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ യാത്രയ്ക്കിപ്പോഴും വഞ്ചിയാണ് ആശ്രയം. കനത്ത മഴയിൽ പാലക്കാട് കൊടുന്തിരപ്പുള്ളിയിൽ കളപ്പറമ്പ് സ്വദേശി നിലാവൂർ നിസയുടെ വീടിന്റെ കിണറിടിഞ്ഞു താഴ്ന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ട്. കാരശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പാലക്കാട് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2359.46 ആണ്. സംഭരണശേഷിയുടെ 53.82%. ഭൂതത്താൻകെട്ട ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ തുറന്നേക്കുമെന്ന് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണാണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായത്. 50 വർഷം പഴക്കമുള്ള ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. 12 അതിഥി തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ കൊടകര ടൗണിലെ 50 വർഷത്തോളം പഴക്കമുള്ള ഇരുനില കെട്ടിടമാണ് രാവിലെ 6 മണിയോടെ ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും ശക്തമായ മഴയുമാണ് ചെങ്കൽ കൊണ്ട് നിർമ്മിച്ച കെട്ടിടം തകർന്നു വീഴാൻ കാരണമായത്. 12 പേരടങ്ങുന്ന അതിഥി തൊഴിലാളികൾ കെട്ടിടത്തിലുണ്ടായിരുന്നു. ഇവർ രാവിലെ ജോലിക്ക് പോകാനായി ഇറങ്ങുമ്പോഴായിരുന്നു അപകടം. ഈ സമയം കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റു 9 പേർ ഓടി രക്ഷപ്പെട്ടു. ബംഗാൾ സ്വദേശികളായ 19 വയസ്സുകാരൻ രാഹുൽ, 21കാരൻ രൂപേൽ, 31 വയസ്സുള്ള അലീം എന്നിവർ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. JCB എത്തിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയാണ് 3 പേരെയും പുറത്തെടുത്തത്. ആദ്യഘട്ടത്തിൽ 3 പേർക്കും ജീവനുണ്ടായിരുന്നെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ലേബർ കമ്മീഷണർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. മരിച്ച തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തൊഴിൽ വകുപ്പ് നടപടികൾ കൈക്കൊള്ളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാണ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 5 പേർ മരിച്ചു. 20-ലധികം പേരെ കാണാതാവുകയും ചെയ്തു. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 3 മേഘവിസ്ഫോടനങ്ങളും 7 മിന്നൽ പ്രളയങ്ങളും ഉണ്ടായതായി അധികൃതർ വ്യക്തമാക്കി.